സോ 2026 ഡക്കാർ റാലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരി 3 സ്റ്റാർട്ട് ചെയ്തത്. വേൾഡ് റാലി ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ഗ്രാവലിലല്ല, ടാർമാക്കിലാണ്. പക്ഷെ ഇവിടെ ഡക്കാർ റാലിയുടെ കേസ് വരുവാണെങ്കിൽ സാൻഡ് ഡ്യൂൺസിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ WRCയിൽ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു റൂട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കോ ഡ്രൈവറിൻ്റെ ഒരു നോട്ട്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഡക്കാർ റാലിയിലുള്ളത് മാൻ ആൻഡ് മെഷീൻസ് ഇൻ ദ വേൾഡ്സ് മോസ്റ്റ് ഡിഫിക്കൽട്ട് കണ്ടീഷൻസ്. ഡക്കാർ റാലി നടക്കുന്നത് മരുഭൂമിയിലായതുകൊണ്ട് തന്നെ ഡ്യൂൺസ് ഉണ്ടാകും, അതുപോലെ സാൻഡ് സ്റ്റോം ഉണ്ടാകും, അതുപോലെ റോക്സ്, അതുപോലെ വളരെ ഹാർഷായിട്ടുള്ള ടെമ്പറേച്ചേഴ്സും ഉണ്ടാകും. വേറെ കാര്യം എന്ന് പറയുന്നത് ഡക്കാർ റാലിയിൽ ഡ്രൈവേഴ്സിന് GPS യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം റാലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 15 മിനിറ്റ്സ് മുമ്പാണ് അവർക്ക് റൂട്ട് മാപ്പ് കൊടുക്കുന്നത്. ഒരു ഫോർമുല 1 റേസ് വീക്കെൻഡ് എന്ന് പറയുമ്പോൾ 3 ദിവസമാണ് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എൻട്രൻസിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ അതൊരു 1 or 2 days ആണ് നടക്കുന്നത്. ഇപ്പം 24 hours ലേമാൻസ് ഉണ്ട്, 24 hours ഡെയ്റ്റോണ ഉണ്ട്. ഡക്കാർ റാലിയോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫോർമുല 1 അല്ലെങ്കിൽ എൻഡുറൻസിലെ 24 hours ലേമാൻസ് അല്ലെങ്കിൽ ഡെയ്റ്റോണയൊക്കെ ഇതിൽ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഡക്കാർ റാലി നടക്കുന്നത് 2 ആഴ്ചയാണ്, അതും ഡെസേർട്ടിൽ. ഡേ ടൈമിൽ എക്സ്ട്രീം ഹീറ്റും നൈറ്റ് ടൈം ആകുമ്പോൾ എക്സ്ട്രീം കോൾഡുമാണ്. ഡക്കാർ റാലിയിൽ മെയിനായിട്ട് 5 കാറ്റഗറി ഉണ്ട്. ഫസ്റ്റ് അൾട്ടിമേറ്റ്, അതായത് പറഞ്ഞാൽ ഹൈ പെർഫോമൻസ് പ്രോട്ടോടൈപ്പ് കാറുകളാണ്, അല്ലെങ്കിൽ വേറെ രീതിയിൽ ഇതിനെ ബീസ്റ്റ് എന്നും പറയും. അടുത്താണ് മോട്ടോർ സൈക്കിൾസ്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. കാരണം ഈ റൈഡേഴ്സ് 8+ hours റാലി സ്റ്റാർട്ട് ചെയ്തിട്ട് 8 മണിക്കൂർ സ്ട്രെയിറ്റ് ആയിട്ട് സോളായിട്ട് വേണം ആ ഡെസേർട്ടിൽ കൂടെ റൈഡ് ചെയ്യാൻ. അടുത്ത കാറ്റഗറി ട്രക്സ്. ഇത് ഹൈലി മോഡിഫൈ ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ്. ഒറ്റ നോട്ടത്തിൽ ഒരു സെമി ട്രക്ക് വർക്ക് തോന്നും. പക്ഷെ അത്ര ഭീമൻ സൈസ് ഉണ്ടെങ്കിലും സാൻഡ് ഡ്യൂൺസിൽ കൂടി ഒരു 140 km/h സ്പീഡിലൊക്കെ പോകും. പിന്നുള്ളതാണ് ചലഞ്ചറും SSV. ഇത് ലൈറ്റ് വെയ്റ്റ് ബഗ്ഗീസ് ആണ്. പിന്നുള്ള കാറ്റഗറി എന്ന് പറയുന്നത് ക്ലാസിക് ആണ്. ഇവിടെ 2005 മുമ്പ് ബിൽഡ് ചെയ്തിട്ടുള്ള ക്ലാസിക് ആയിട്ടുള്ള കാറുകളുടെ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഡക്കാർ റാലിയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 8000 kilometers ആണ്. പിന്നെ ചില സ്പെസിഫിക് ഡേയ്സിൽ മാരത്തോൺ സ്റ്റേജസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റേറ്റേഴ്സിന് അവരുടെ വെഹിക്കിളിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഹെൽപ്പ് ഒന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. അവർക്ക് എന്ത് പ്രശ്നം പറ്റിയാലും അവരുടെ കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ട് വണ്ടി റിപ്പയർ ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, ഇതിപ്പോൾ ഡക്കർ എന്ന് പറയുന്ന സ്ഥലം സെനഗലിലാണ്, പിന്നെ എന്താണ് ഈ സൗദിയിലാണ് നടക്കുന്നത്, സൗദിയിൽ നടക്കുന്നതിന് എന്താണ് ഡക്കാർ എന്ന് പേരിട്ടേക്കുന്നത്? കാരണം ഈ ഡക്കാർ റാലി സ്റ്റാർട്ട് ആയത് 1978 അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പം ഫ്രാൻസിൽ നിന്ന് തുടങ്ങി സെനഗലിലെ ഡക്കാറിൽ ഫിനിഷ് ചെയ്യുന്ന രീതിയിലായിരുന്നു റാലി ഉണ്ടായിരുന്നത്. പിന്നീട് 2008 ആഫ്രിക്കയിൽ ഈ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നത് കൊണ്ട് 2009 തൊട്ട് സൗത്ത് അമേരിക്കയിലേക്ക് ഡക്കാർ റാലി മാറ്റി. അതായത് ചിലി, പെറു, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളിലേക്ക്. അങ്ങനെ 2019 വരെ സൗത്ത് അമേരിക്കൻ ഈ രാജ്യങ്ങളിലായിരുന്നു. പിന്നെ 2020 തൊട്ട് പ്രസന്റ് വരെ സൗദി അറേബ്യയിലാണ് നടക്കുന്നത്.